പറയാനുള്ള എന്താ വെച്ചാൽ തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾക്ക് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാരത്തയമ്പ് വരെയാണ്, അത് പെണ്ണുങ്ങളിലേക്ക് രമിക്കാനാണ് നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ. അതുകൊണ്ട് നബിയുടെ ഒരു സുന്നത്ത് നമ്മളില്ല. കാരണം അള്ളാന്റെ മുമ്പിലെ ശരിതെറ്റുകളാണ് ശരിതെറ്റുകൾ, റസൂല് പഠിപ്പിച്ച ശരിതെറ്റുകളാണ് ശരിതെറ്റുകൾ. നാട്ടുകാരെന്ത് വെറുതെന്നല്ല അള്ളാഹു എന്ത് പറഞ്ഞെന്നറിയോ? അത് നിങ്ങൾ മനസ്സിലായിക്കൂടി. അതായത് യായുല്ലദീന ആമനു മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവരെന്താ പറഞ്ഞേ? അള്ളാന്റെ ദീന് വെച്ച് നിങ്ങൾ പുറത്തുകളായി നിങ്ങൾ വേറെ ടീമായിട്ട് പോയാൽ അള്ളാഹു ഓരോ ടീമിനെ കൊണ്ടുവരും. അവരെ അള്ള ഇഷ്ടപ്പെടും, അള്ളാഹു അവരെയും അവരല്ലാനെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അവരെന്താണ്? വലാ യഖാഫൂന ലൗമത്ത ലാഇം. ഇത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. നബി പഠിപ്പിച്ച കണിശമായ സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ ആളുകൾ അവിടെ എത്താന്നറിയോ? നിങ്ങൾ ആലോചിച്ചു നോക്കും, മജീദ് സലാഹിന്റെ അടുത്തോ ബ്രഹ്മൻ സൽഫിന്റെ അടുത്തോ ഒരു ജിന്നുബാധ ഒരുത്തനെ കൊണ്ടുപോയാൽ അങ്ങനൊന്നും ഇല്ലാന്ന് ഒരു മടക്കിയേക്കും. നിങ്ങൾ നോക്കോ, ഒരു മടക്കിയേക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹദീസിലെ പ്രയോഗങ്ങളിൽ രണ്ടാമത്തെ വാക്കെന്തറിയോ? ജിന്നുബാധ കൊണ്ട് ഇവനെ മാത്രമല്ല, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഇവർ മനസ്സിലാക്കണം, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊക്കി പിടിക്കാൻ പറഞ്ഞു. നബി എനിക്ക് ചികിത്സിക്കുകയും ചെയ്തു, തിരിച്ചുപോയി. തിരിച്ചു നബിയും സാധ്യം വരുമ്പോൾ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കുകയും ഹദീസിൽ സ്വഹിയായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കണം. എന്താ? ആ കുട്ടിയെ കൊണ്ടുള്ള ഉപദ്രവം വീട്ടിൽ തീർന്നു, ആ വീട്ടിൽ സമാധാനമായി. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, സെൽഫികളായ ആളെടുത്ത് വരുമ്പോ ജിന്നർക്കൽ നമ്മുടെ സംഗതി ഇല്ല എന്നുള്ളിടത്തിലേക്കാണ് നമ്മുടെ ആളുകൾ പോക്ക്. അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന് എല്ലാ കേന്ദ്രമിന്റെ കേരളത്തിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താ ഉണ്ടാവുക? ജിന്നുബാധയൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാർ ഇറങ്ങിക്കോ, അവരെ നേരെ ഖുറാഫയിൽ എടുത്തു പോകും, ഷിർക്കിന്റെ ചികിത്സ ചെയ്യും. അങ്ങനെ ഷിർക്കിലായി അവർ മരിച്ചു പോകും. അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ആ ചികിത്സ ഖുർആനിലും സുന്നത്തിലും നമുക്ക് പഠിപ്പിച്ചെന്നത് എന്തോ അത് അതേപോലെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ നമ്മളെ ജിന്നുബാധികളെന്നോ അല്ലെങ്കിൽ നമ്മളെ ശൈത്താൻ സേവക്കാരെന്നോ വിളിച്ചോട്ടെ, പടച്ചോന്റെ മുമ്പിൽ ഇല്ലാത്തൊരു ചികിത്സ നടപ്പാക്കിയവർ നമ്മളാകരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ രംഗത്ത് സൂക്ഷ്മമായ ഇടപെടലുകൾ അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു നൂലുമക്കടി പോലെയാണിത്. തൗഹീദും ശിർക്കും മനസ്സിലാക്കി ജനങ്ങളെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് വേർതിരിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി വളരെ സ്നേഹത്തോടെ നമ്മളോട് വളരെ പരിചയമായിട്ടാണ് ആളുകൾ പെരുമാറുന്നത്. നിങ്ങൾക്കറിയാം, കേന്ദ്രമിന്റെ തള്ളി കയറിയാലും അതുപോലെ അവരെ കണ്ടാലും വളരെ മോശമായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിന് ദഹിക്കാനാവാത്ത വിധത്തിലുള്ള അതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവർ മാറിപ്പോയി എന്നത് അത്ഭുതത്തോടുകൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ഏതായിരുന്നാലും അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചതായിരിക്കാം, തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. അങ്ങനെയാണ് അവരുടെ ശ്രമങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ഒരു പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധിച്ച് പെരുമാറേണ്ട ഒരു ഘട്ടമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർവ്വകാല സലഫി പണ്ഡിതന്മാരൊക്കെ നേരിട്ടതിൽ നിന്ന് വ്യത്യസ്തമായി ശരിക്കും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.